ഇറാന്റെ കയ്യിലുള്ള ഈ ഒരു ആയുധത്തിനെ അമേരിക്ക ശരിക്കും പേടിക്കണം. പ്രത്യേകിച്ച് ഹോർമോസിലോട്ട് ഈ മിലിറ്ററി വാർഷിപ്പുകളും ഡിസ്ട്രോയേഴ്സ് ഒക്കെ ആയിട്ട് കയറി വരികയാണെന്ന് വിചാരിക്കുക. ഹോർമോസിനെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആയുധത്തിനെ ശരിക്കും അമേരിക്ക പേടിച്ചേ പറ്റൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആ ഒരു ജോഗ്രഫിയുടെ ഒരു കിടപ്പും എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യധികം അപകടകരമായിട്ടുള്ള ഒരു ആയുധമാണ് ഇറാന്റെ കയ്യിലുള്ളത്. അതാണ് പറഞ്ഞു വരുന്നത്. ഹൂട്ട് എന്ന് പറയുന്ന ഇറാന്റെ കയ്യിലുള്ള ടോർപിഡോനെ കുറിച്ചാണ്. നമുക്കറിയാലോ, ടോർപിഡോസ് പലപ്പോഴും യൂസ് ചെയ്യാറ് ഇപ്പൊ സബ്മറൈൻസ്, ഈ പറയുന്ന ഷിപ്പുകളൊക്കെ അറ്റാക്ക് ചെയ്യാനും ഷിപ്പുകളൊക്കെ സിങ്ക് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ടോർപിഡോകൾ യൂസ് ചെയ്യാറ്. അപ്പോൾ സാധാരണ ഒരു ടോർപിഡോ സഞ്ചരിക്കുക ചിലപ്പോൾ ഒരു 30-40 km/h ഒരു ടോർപിഡോ സഞ്ചരിക്കാറ്. അതേപോലെ തന്നെ 40 കിലോമീറ്റർ ഒക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ചും വരിക. അപ്പോൾ സാധാരണ ഒരു ടോർപിഡോ സഞ്ചരിക്കുന്ന സമയത്ത് എയർ ബബിൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് വെള്ളമായിട്ട് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന് കൈവരിക്കാൻ പറ്റുന്ന സ്പീഡിന് ഒരു കണക്കുണ്ട്. പക്ഷേ ഇറാന്റെ കയ്യിലുള്ള ഹൂട്ട് എന്ന് പറയുന്ന സൂപ്പർ കാപ്റ്റിവേറ്റിംഗ് ടോർപിഡോ ഏകദേശം 370 km/h വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഏറെക്കുറെ വായുവിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നോ ഏകദേശം അതിനോട് റെസംബ്ലൻസസ് തോന്നുന്ന അതേ രീതിയിൽ വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു ടോർപിഡോണ് ഈ ഹൂട്ട് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ വികസിപ്പിച്ചെടുത്തത് റഷ്യയാണ്. അതായത് റഷ്യയുടെ VA-111 ഷക്കാവൽ എന്ന ഹൈസ്പീഡ് ടോർപിഡോ ആണ് ഇത്. ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള വെർഷനാണ് ഇറാന്റെ കയ്യിലുള്ള ഹൂട്ട് എന്നാണ് യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത്. അതായത് ഇപ്പൊ ഒരു വാർഷിപ്പ് ഇപ്പൊ അമേരിക്കയുടെ കയ്യിലുള്ള എബ്രഹാം ലിങ്കനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വാർഷിപ്പ് ഹോർമോസിലോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഹൂട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് അത്യന്തം അപകടകരമാവുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അതായത് ഹൂട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഹൂട്ടിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ന്യൂസിലൂടെ ഒരു ഗ്യാസ് ഇത് പുറത്തോട്ട് വിടും. ഗ്യാസ് ഇത് പുറത്തോട്ട് വിടുന്ന സമയത്ത് ഈ ഹൂട്ടിന് ചുറ്റുപുറം ഒരു എയർ ബബിൾ ക്രിയേറ്റ് ആവും. അപ്പോൾ വെള്ളവുമായിട്ടുള്ള ഈ ഒരു ടോർപിഡോന്റെ അല്ലെങ്കിൽ ഈ ഒരു മിസൈൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു ടോർപിഡോന്റെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ കണക്ഷൻ എന്ന് പറയുന്നത് ഡിറ്റാച്ച്ഡ് ആവുമ്പോൾ വെള്ളത്തിനടിയിലൂടെ ഒരു എയർ ബബിളിനകത്ത് കയറിയിട്ട് യഥാർത്ഥത്തിൽ വായുവിലൂടെ എങ്ങനെയാണോ ഇത് സഞ്ചരിക്കുക ആ രീതിയിലാണ് ഇത് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങാനും പ്രയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മെഷർമെന്റ് എടുക്കാനോ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി മെഷർമെന്റ് എടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കപ്പലുകളെ തിരിച്ച് എങ്ങനെങ്കിലും ഇതിന്റെ ദിശ മാറ്റി വിടാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന്റെ സ്പീഡാണ്. അത് മാത്രമല്ല ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് മാക്സിമം ഒരു 14 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ ദൂരപരിധി മാത്രമായിരിക്കും ഇതിനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു പ്രത്യേക ടോർപിഡോ ഈ ഹോർമൂസിൽ അത്യന്തം അപകടകരമാവുന്നത്. അതായത് ഹോർമൂസിന്റെ ചോക്ക് പോയിന്റിന്റെ മാക്സിമം ഒരു വീതി എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 35 കിലോമീറ്റർ വരെ മാത്രമാണ് അതിന്റെ വീതി ഉള്ളത്. പക്ഷേ അത് തന്നെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ആഴമുള്ള ഏരിയ എന്ന് പറയുന്നത് അതിലും കുറവാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ചോക്ക് പോയിന്റിൽ വെള്ളത്തിനടിയിൽ മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു സബ്മറൈനിൽ നിന്ന് ഈ ഹൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 7 കിലോമീറ്റർ അത്ര ഡിസ്റ്റൻസ് മാത്രമേ ഈ സബ്മറൈനും ഈ പറയുന്ന അമേരിക്കയുടെ ഒരു കപ്പലും തമ്മിൽ ദൂരവ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം തന്നെ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കകം തന്നെ ഈ പറയുന്ന അമേരിക്കൻ കപ്പലുകളെ ഹിറ്റ് ചെയ്യുകയും ആ അമേരിക്കൻ കപ്പലുകൾ എന്നേക്കുമായി ആ ഹോർമൂസിൽ സിങ്ക് ആവുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഹൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ആയുധം അത്യന്തം അപകടകരമാവുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല റഷ്യ ഇതിനകത്ത് ന്യൂക്ലിയർ വാർഹെഡ് പോലെയുള്ള മാസീവ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ഘടിപ്പിച്ചിട്ടുള്ള വലിയ ഹൂട്ടുകളാണ് യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഈ ഒരു മിസൈലിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ സിമിലർ ആയിട്ടുള്ള ടോർപിഡോസ് വേറെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുഎസിന്റെ MK48 എന്ന് പറയുന്ന ടോർപിഡോ സോണാർ ഉപയോഗിച്ചിട്ടാണ് ഇത് ടാർഗറ്റിനെ ഫിക്സ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇത് യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ റേഞ്ച് 40 മുതൽ 50 കിലോമീറ്റർ വരെയുണ്ട്. മാത്രമല്ല സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരു ടോർപിഡോയും കൂടെയാണ് യുഎസിന്റെ MK48 എന്ന് പറയുന്നത്. പക്ഷേ സോണാർ ഉണ്ട്,
അതേപോലെ തന്നെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് വെക്കുക. പക്ഷേ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് ഈ പറയുന്ന ഹൂട്ട് കൈവരിക്കാൻ പറ്റുന്ന അത്രയും സ്പീഡ് ഈ ഒരു ടോർപിഡോക്ക് കൈവരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളവുമായിട്ടുള്ള ഫ്രിക്ഷനിലാണ് യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഈ തരത്തിലുള്ള ടോർപിഡോസ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർലി ഡിറ്റക്ഷൻ ഇതിന് പോസിബിൾ ആണ്. എയർലി ഡിറ്റക്ഷൻ പോസിബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെനൂവറബിലിറ്റി ഒക്കെ കൂടുതലുള്ള സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷിപ്പുകൾക്ക് അതിനെ തിരിച്ച് ഇതിന്റെ ദിശ മാറ്റാനൊക്കെ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഈ പറയുന്ന ടോർപിഡോന്റെ കാര്യത്തിലുണ്ട്. മാത്രമല്ല ഇപ്പൊ ഇന്ത്യയുടെ ടോർപിഡോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വരുണാസ്ത്ര എന്ന് പറയുന്ന ടോർപിഡോ, ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻസ് ഗൈഡൻസ് സിസ്റ്റം ഉള്ള ടോർപിഡോ ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വരുണാസ്ത്ര എന്ന് പറയുന്നത്. മാത്രമല്ല മൾട്ടിപ്പിൾ ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യാനും മൾട്ടിപ്പിൾ ടാർഗറ്റുകളെ ടാർഗറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ടോർപിഡോ ആണ് വരുണാസ്ത്ര. മാത്രമല്ല 40 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. പക്ഷേ വരുണാസ്ത്രയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ എയർലി ഡിറ്റക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഇതിൽ നിന്നും എങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള സ്പേസ് അല്ലെങ്കിൽ സമയം ആളുകൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. പക്ഷെ ഹൂട്ട് പോലെയുള്ള ടോർപിഡോ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിന് സമയം കിട്ടത്തില്ല എന്നുള്ളതാണ്. അത്രയും വേഗതയിലാണ് ഇത് സഞ്ചരിക്കുക എന്നുള്ളത്. മാത്രമല്ല കമ്പയർ ടു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെയും അതേപോലെ തന്നെ US ഒക്കെ കയ്യിലുള്ള ടോർപിഡോസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് വളരെയധികം കൂടുതലാണെന്നുള്ളതും കൂടെ കാരണം നമ്മൾ കാണണം. കാരണം സാധാരണ ഈ പറയുന്ന ടോർപിഡോസിന്റെ ഒക്കെ അതിന്റെ ഒരു ഫ്രണ്ട് അറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കർവി ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഹൂട്ടിൻ്റെത് കുറച്ചും കൂടെ പോയിന്റ് ചെയ്യണം. ആ ഒരു ഫ്രിക്ഷൻ ഇല്ലാണ്ട് ആ ഒരു ബബിളിനകത്തോടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പോയിന്റ് ആയിട്ടുള്ളത്. മാത്രമല്ല ആ പോയിന്റിലൂടെയാണ് ഇതൊരു ഗ്യാസിനെ റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങാനും അമേരിക്കയുടെ വലിയ കപ്പലുകളും ഡിസ്ട്രോയേഴ്സ് ഒക്കെ ആയിട്ട് ഹോർമൂസിലേക്ക് കയറി വന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. ഈ സാധനം പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അപ്പം തന്നെ സിങ്ക് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്.